തന്റെ കടയ്ക്ക് ശിരൂർ ദുരന്തത്തിൽ മരണപ്പെട്ട അർജുന്റെ പേര് നൽകി മനുഷ്യസ്നേഹി. കൊല്ലം പള്ളിമുക്ക് സ്വദേശി ബദറുദ്ദീൻ ചേട്ടനാണ് കടയ്ക്ക് അർജുൻ സ്റ്റോഴ്സ് എന്ന പേര് നൽകി മനാഫിന്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തി ബോർഡ് സ്ഥാപിച്ചത്. കേരളക്കരയുടെ മനസ്സ് കവർന്ന അർജുന്റെയും മനാഫിന്റെയും ആത്മബന്ധത്തിന് മലയാളികളുടെ മനസ്സിൽ മരണമില്ലെന്ന് തെളിയിക്കുന്ന അപൂർവ സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. മനാഫിന്റെ പ്രാണനായ അർജുന്റെ പേര് തന്റെ കടയ്ക്ക് നൽകിയാണ് വേറിട്ട ചരിത്രം കുറിച്ചുവെക്കുന്നത്. സ്വന്തം കടയ്ക്ക് ശിരൂർ ദുരന്തത്തിൽ മരിച്ച അർജുന്റെ പേര് നൽകിയത് മനുഷ്യസ്നേഹിയായ കൊല്ലം പള്ളിമുക്ക് സ്വദേശി ബദറുദ്ദീനാണ്. കടയ്ക്ക് അർജുനൻ സ്റ്റോഴ്സ് എന്ന പേര് നൽകി ഇരുവശത്തുമായി അർജുൻ, മനാഫ് എന്നിവരുടെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയാണ് ബോർഡ് സ്ഥാപിച്ചത്. ഇതിനെക്കുറിച്ച് ബദറുദ്ദീൻ പറയുന്നത് ഇങ്ങനെയാണ്. ശിരൂർ ദുരന്തം നടക്കുന്ന സമയത്ത് ഞാൻ എന്റെ കുടുംബത്തിലെ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട് അല്പം തിരക്കിലായിരുന്നു. ചാനൽ വാർത്തകളൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസം കഴിഞ്ഞ് ചാനൽ വാർത്ത ശ്രദ്ധിക്കുമ്പോൾ മനാഫിനെ ഒരു പോലീസ് ഓഫീസർ മർദ്ദിക്കുന്ന രംഗമാണ് ഞാൻ ആദ്യമായി കാണുന്നത്. മനാഫിന്റെ നാവിൽ നിന്നാണ് ഞാൻ അർജുൻ എന്ന വാക്ക് കേൾക്കുന്നത്, ആ പേര് കേൾക്കുന്നത്. മനാഫിന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അർജുൻ എന്ന് ഞാൻ മനസ്സിലാക്കി. മനാഫിനെ കൊണ്ട് അർജുനൻ ജീവിക്കുകയല്ല, അർജുനനെ കൊണ്ടാണ് മനാഫ് ജീവിക്കുന്നത് എന്ന് പറയുന്ന ആ മനാഫിന്റെ മനസ്സ് അത് വളരെ വിശാലമായ ഒരു മനസ്സാണ്, ഒരു മനുഷ്യ സ്നേഹിയുടെ മനസ്സാണ്. അതുകൊണ്ടാണ് ഞാൻ അർജുൻ സ്റ്റോഴ്സ് എന്ന് ഈ കടയ്ക്ക് പേരിട്ടപ്പോൾ മനാഫിന്റെ ചിത്രവും കൂടി ഉൾപ്പെടുത്തിയത്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, മനുഷ്യ സ്നേഹിയായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു ജോലിക്കാരനായിരുന്ന, അതായത് അർജുൻ വേണ്ടി എത്രത്തോളം പരിശ്രമിച്ചു. 72 ദിവസം കണ്ണിൽ എണ്ണയൊഴിച്ച് മനാഫ് അർജുനു വേണ്ടി കാത്തിരുന്നു. അർജുനന്റെ ചേതനയേറ്റ ശരീരവുമായി മനാഫ് മടങ്ങിയുള്ളൂ. ആ മനാഫിനെയാണ് ഞാൻ ഹൃദയത്തിലേറ്റിയത്, മനാഫിന്റെ അർജുനനെയാണ് ഞാൻ ഹൃദയത്തിലേറ്റിയത്. അതുകൊണ്ടാണ് ഈ ബോർഡിൽ 2 പേരുടെ ചിത്രം വെച്ചത്. മനസ്സിൽ വിങ്ങലുമായാണ് 2 മാസത്തിലധികം നാൾ ഞാനും കഴിഞ്ഞത്. അതുവരെ കണ്ടോ സംസാരിച്ചോ പരിചയമില്ലാതിരുന്ന അർജുൻ ഒടുവിൽ എനിക്കെന്റെ കുഞ്ഞു സഹോദരനായി. അവൻ ജീവനോടെ തിരിച്ചു വരണമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ തിരച്ചിൽ ശക്തമായിരുന്നെങ്കിലും ആ പ്രതീക്ഷകൾ പതിയെ മങ്ങലേറ്റു. അർജുന്റെ ചേതനയേറ്റ ശരീരം കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് എത്തിയ 28-നാണ് അർജുൻ സ്റ്റോഴ്സ് എന്ന പേരിൽ കട പ്രവർത്തനം ആരംഭിച്ചത്. വടക്കേവിള വില്ലേജ് ഓഫീസിന് സമീപം ബദറുദ്ദീന്റെ ഉടമസ്ഥതയിലുള്ള നമ്മുടെ കടയോട് ചേർന്ന് അടച്ചിട്ട മുറിയിലാണ് അർജുൻ സ്റ്റോഴ്സ് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ ചെടിച്ചട്ടികൾ, ബിരിയാണി കുട്ടകൾ, പ്ലാസ്റ്റിക് റോപ്പുകൾ, ടാർപോളിൻ, സിമന്റ് തുടങ്ങിയവയാണ് വിൽക്കുന്നത്. അർജുൻ സ്റ്റോഴ്സിന്റെ ബോർഡിൽ അർജുനൊപ്പം മനാഫിന്റെ ചിത്രവും ക്യാപ്ഷനും വരും തലമുറയ്ക്കും ഈ മനുഷ്യസ്നേഹം പകർന്നു നൽകുന്നതാണ് എന്ന് ദൃശ്യ വീഡിയോ ലാബിലെ എഡിറ്റർ ആയിരുന്ന ഉണ്ണിച്ചേട്ടൻ പറയുന്നു. ആ കടയ്ക്ക് ആ പേര് നൽകിയത്, ആ പേരിട്ടത് ബദറാക്കാരുടെ വലിയ മനസ്സാണ് ആ പേരിട്ടത്. ആ കടയ്ക്ക് അദ്ദേഹം ആ പേരിട്ടെന്ന് പറഞ്ഞാൽ ആ പേര് വരും കാലഘട്ടത്തിൽ, പിൽക്കാലത്ത് വരുന്ന തലമുറ ഇതാരാണ് ഈ അർജുൻ എന്ന് ചോദിക്കും. അപ്പോൾ ഈ പടം ആരാണെന്ന് ചോദിക്കും, ഈ മനാഫ് ആരാണെന്ന് ചോദിക്കും. ഈ കഥ ഇതൊരു കഥയല്ല, ഈ റിയൽ സംഭവം ഒരു വലിയ ചരിത്രമായിട്ട് ഇങ്ങനെ നിൽക്കും ഞങ്ങളുടെ ഈ ജംഗ്ഷനിൽ. സർവ്വ സമ്പാദ്യങ്ങളും ഉപേക്ഷിച്ചിട്ട് കഠിനമായ കാലാവസ്ഥ, വളരെ ഡേഞ്ചറായ കാലാവസ്ഥയിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് എല്ലാവരും അത്ഭുതത്തോടെ കാണുന്നു മനാഫിനെ. അർജുൻ എന്നാണ് കടയ്ക്ക് പേരിട്ടത്. ശരിക്കും പറഞ്ഞാൽ മനാഫിന്റെ ആണ് അർജുൻ. ഇതുപോലൊരു മനുഷ്യനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്നും ഇതുപോലെ ഇങ്ങനൊരു സൗഹൃദം നമുക്ക് കിട്ടിയിട്ടില്ല. 49 വർഷമായി നമ്മൾ ജനിച്ചിട്ട്. ഇതുപോലൊരു കൂട്ടുകാരനൊന്നും നമുക്കുണ്ടെന്നോ ഇതുപോലെ സഹോദരൻ കിട്ടുമെന്നോ തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. അർജുൻ സ്റ്റോഴ്സ് എന്ന പേരിന്റെ ഇരുവശത്തുമായി അർജുന്റെയും അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിന്റെയും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ സ്നേഹത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ആൾരൂപമായ മനാഫ് എന്നും അർജുനൊപ്പം ഓർമ്മിക്കപ്പെടേണ്ടതായത് കൊണ്ടാണ് കടയുടമ ബദറുദ്ദീൻ മനാഫിന്റെ ചിത്രവും ഉൾപ്പെടുത്തിയത്. മനാഫിന്റെ ചിത്രം ഉൾപ്പെടുത്തിയതിനെ വിമർശിക്കുന്നവരുണ്ടാകാം. മനാഫ് അർജുനെ ഏതുപോലെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അർജുനനെയും അർജുന്റെ ജീവന്റെ പാതിയായ മനാഫിനെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു. ഇവരുടെ 2 പേരും എനിക്ക് സഹോദരന്മാരാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് ഇദ്ദേഹം. കച്ചവടം നടക്കാൻ വേണ്ടിയാണ് ഞാൻ അർജുന്റെ പേരിൽ കട തുടങ്ങിയതെന്ന് പറയുന്നവരുണ്ട്. ഇത് കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാകാറുണ്ട്. കച്ചവട മൈൻഡോ ഒന്നുമല്ല ഇത്. കച്ചവടം ചെയ്ത് എനിക്ക് ഇതിൽ നിന്ന് 10 പൈസ ലാഭം എടുക്കണമെന്ന് ആഗ്രഹമില്ല. 4 ചൂലും 2 കുട്ടയും മട്ടിയൊന്നും വിറ്റാലൊന്നും എന്റെ കാര്യങ്ങള് ഞാൻ സമ്പന്നനാവുകയൊന്നുമില്ല. ഇത് കാണുന്നവർ ആ ത്യാഗവും മനുഷ്യസ്നേഹവും വീണ്ടും ഓർമ്മിക്കട്ടെ എന്നുമാണ് ഈ മനുഷ്യസ്നേഹിയുടെ ആഗ്രഹം. അർജുൻ, മനാഫ് എന്നിവരുടെ ആത്മബന്ധവും പ്രവർത്തനങ്ങളോടുള്ള ഇഷ്ടവും കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നും തന്റെ കാലം കഴിയുന്നതുവരെ കടയുടെ പേര് ഇങ്ങനെ തന്നെ തുടരുമെന്നും കടയുടമ പറഞ്ഞു.